ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. മദർ തെരേസയോട് കർക്കശ രൂപത്തിൽ ഒരു വ്യക്തി പറഞ്ഞ വാക്കാണിത്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. വിശുദ്ധ മദർ തെരേസ പാവങ്ങളെ സഹായിക്കുവാൻ, രോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആവശ്യം വന്ന മരുന്നുകളുടെ വലിയ ഒരു ലിസ്റ്റുമായി ഒരിക്കൽ ഒരു ഫാർമസിയിലെ മാനേജറുടെ അടുത്ത് ചെന്നു. ആ മാനേജർ ഈ ലിസ്റ്റുകളെല്ലാം പരിശോധിച്ച് മരുന്നെല്ലാം എടുത്തു. കാശ് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കണം, താങ്കൾ ഈ മരുന്നുകളെല്ലാം എനിക്ക് സൗജന്യമായി തന്നതാണെന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായത്. പാവങ്ങൾക്ക് വേണ്ടി, പാവങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ നടത്തിയ ഒരു സഹായമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. പെട്ടെന്ന് വളരെ കുപിതനായി ഈ മാനേജർ ആ മരുന്ന് വാങ്ങിക്കേണ്ട ലിസ്റ്റെല്ലാം കീറിക്കളയുകയും അത് വലിച്ചെറിയുകയും ചെയ്തു. മദർ തെരേസയ്ക്ക് പെട്ടെന്ന് സങ്കടമായി. മദർ തെരേസ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ ജപമാലകൾ ചൊല്ലിക്കൊണ്ട് ഈ ഫാർമസിസ്റ്റായിരുന്ന മാനേജറിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മദർ തെരേസ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മാനേജർ ഒരാളെ വിട്ട് ആ മദർ തെരേസയെ തിരിച്ചു വിളിപ്പിച്ചു. മദർ തെരേസ തിരിച്ചു വരുന്ന സമയത്ത് ഇനിയും ഇയാൾ എന്താണാവോ പറയാൻ പോകുന്നത് എന്ന് കരുതി ഇരിക്കുന്ന സമയത്ത് ആ മാനേജർ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കുക. ദയവായി ഈ മരുന്നുകളെല്ലാം സൗജന്യമായി ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോവുക. ദൈവത്തിൻ്റെ മക്കൾക്ക് ദാനമായി നൽകി അവരെ ശുശ്രൂഷിക്കുക. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ സാഹചര്യത്തിൽ നമ്മളായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇയാക്കടെ മരുന്നുമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുമ്പോൾ എളിമപ്പെടാൻ നമുക്ക് സാധിക്കില്ല. വിശുദ്ധ മദർ തെരേസയെ കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് മദർ തെരേസയെ അനുഗ്രഹമായി കണ്ട് ആ കൈവെള്ളയിൽ സൗജന്യമായി ആ മരുന്ന് ആ വ്യക്തി വെച്ചു കൊടുത്തെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. മദർ തെരേസ ആ വ്യക്തിയെ കുറ്റപ്പെടുത്താതെ ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രയായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഫാർമസിസ്റ്റിൽ ഇറങ്ങിച്ചെല്ലുകയും അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ ഒരു പക്ഷേ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടായേക്കാം. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ചില വ്യക്തികൾ നമുക്കെതിരെ നിൽക്കുന്നവരുണ്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും മാനുഷികമായി വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, റിയാക്ഷനുകളിലൂടെ, നോട്ടത്തിലൂടെയൊക്കെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലം എന്താണ്? നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾ കൂടുതൽ നമുക്ക് എതിരാളികളായി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ആത്മീയ ജീവിതത്തിൽ മദർ തെരേസ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ വിപരീത സാഹചര്യങ്ങളെയും വ്യക്തികളെയും കീഴടക്കേണ്ടത് നമ്മൾ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന കൈകൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന നാവ് കൊണ്ടു കൂടിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് വ്യക്തികൾ നമുക്ക് എതിര് നിൽക്കുന്നത്? നമുക്കൊരു തീരുമാനം എടുക്കാം. മദർ തെരേസയുടെ ജീവിതത്തിൽ നടന്ന ഈ ചെറിയ അനുഭവം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എതിര് നിന്ന എല്ലാ വ്യക്തികളെയും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, അർഹിക്കുന്ന നന്മകളും അർഹിക്കാത്ത നന്മകളും നമുക്ക് നിഷേധിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് അവരോടൊക്കെ പരിഭവമാണ്, അവരോടൊക്കെ ഒരു ഇഷ്ടക്കുറവ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് അവരെ ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായാൽ അത്ഭുതം സംഭവിക്കുകയും അവർ നമ്മളുടെ അനുകൂലികളായി മാറുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ പേരിൽ അല്ലെങ്കിൽ പല കാരണങ്ങളാൽ പല കാര്യങ്ങളും നമുക്ക് നിഷേധിച്ച വ്യക്തികളുണ്ട്, അധികാരികളുണ്ട്, കൂട്ടത്തിലുള്ളവരുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയാതെ, അവരെ വെറുക്കാതെ, അവരോടുള്ള ഇഷ്ടക്കുറവ് പ്രകടിപ്പിക്കാതെ നമ്മൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തയ്യാറായാൽ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്തുകയും അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുവാൻ ദൈവം ഒരു ഉപകരണമാക്കി മാറ്റുകയും ചെയ്യും എന്നാണ് സംഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തിനു മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിയ ചില വ്യക്തികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, അവരോടെല്ലാം
ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ഇഷ്ടക്കുറവോടുകൂടിയാണ്. അവരോടെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിച്ചവരുണ്ട്, മദർ തെരേസ അവഹേളിക്കപ്പെട്ടതുപോലെ. എന്നാൽ മദർ തെരേസയെ പോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ കൈകളിൽ സ്വീകരിച്ച് അതിനെയും അവരെയും ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ.